രാവിലെ തന്നെ അഹമ്മദാബാദിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെ ലൊക്കേഷൻ രാജസ്ഥാനാണ്. അവിടെ ഉദയ്പൂരാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാട്ടോ ഉദയ്പൂർ വരണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പം നല്ലൊരു സ്കാം ഉണ്ട്. അതായത് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ലേക്ക് പാലസിൻ്റെ അടുത്തായിരുന്നു. അപ്പം ഞങ്ങളെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ വണ്ടി അതിലെ പോകില്ല, അവിടെ വെള്ളവും ഇല്ല, സമ്മർ ആയതുകൊണ്ട് വെള്ളമില്ല, ഇവിടെ നിന്നോളി, ഇവിടെ റൂമൊക്കെ ഉണ്ട്, ഇവിടെ പാർക്കിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ബട്ട് ഞങ്ങളത് വിശ്വസിക്കാണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. നമ്മൾ മൈൻഡ് ആക്കിയില്ല. അവർ കുറേ തടഞ്ഞൊക്കെ വെച്ചു. ബട്ട് ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്ത ആ ഒരു ഹോട്ടൽ. നല്ല അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു. ഉദയ്പൂർ സിറ്റിയൊക്കെ ഫുള്ള് കാണാൻ പറ്റുന്ന ഇതൊരു ഹോം സ്റ്റേ കൂടിയാട്ടോ. കുറച്ചൊരു അഫോർഡബിൾ ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയതാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ബോട്ട് റൈഡ് ഇങ്ങനെ പോകുന്നത് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ബോട്ട് റൈഡിങ്ങിന് പോകാമെന്ന് വെച്ച് താഴെ ഒരു ആളോട് വഴി ചോദിച്ചപ്പം അയാൾ ഞങ്ങളെ സ്കാമാക്കാൻ നോക്കി. അതായത് ഇതിലെ ബോട്ട് റൈഡ് ഇല്ല, പ്രൈവറ്റ് ആണ്, പെർ പേഴ്സൺ 800 ഒക്കെ ഉണ്ടാവും, കുറച്ച് ദൂരെ പോയാലാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ അത് മൈൻഡ് ആക്കാണ്ട് വെറുതെ അങ്ങ് നടന്നു നോക്കി. നേരത്തെ സ്കാമിൽ പെട്ടിട്ട് നമുക്ക് നല്ല സ്റ്റേ ഒക്കെ കിട്ടിയല്ലോ എന്നുള്ളതിൽ. ഇവിടെ വന്നപ്പം പെർ പേഴ്സൺ 400 ആണ്, 20 മിനിറ്റ്സ് റൈഡ്. കുഴപ്പമൊന്നുമില്ല. അവർ പറഞ്ഞ ആ ഒരു പ്രൈവറ്റ് ഇതൊന്നുമല്ല. അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഈ ഒരു ബോട്ട് റൈഡ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഉദയ്പൂർ സിറ്റീൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഉദയ്പൂർ വരുന്നവർ ഈ ഒരു സ്കാമിലൊക്കെ പെടാണ്ട് നോക്കുക.